ഇന്ത്യയിൽ MBBS കിട്ടാത്ത കുട്ടികളൊക്കെ ഇപ്പോൾ എബ്രോഡാണ് MBBS ചെയ്യുന്നത്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള 2-3 രാജ്യങ്ങളുണ്ടായിരുന്നു. ചൈന, ഉക്രൈൻ, അതുപോലെ തന്നെ റഷ്യ. ഇപ്പം ഇത് മൂന്നും ഇപ്പം അധികം ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ചൈനയിൽ കോവിഡിന്റെ പ്രശ്നങ്ങൾ വന്നു, യുദ്ധം വന്നപ്പം ഉക്രൈനും റഷ്യയും പ്രശ്നത്തിലായി. അപ്പോൾ ആളുകളൊക്കെ പിന്നീട് അവിടുന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്കും ജോർജിയയിലേക്കും മാറിയത്. പക്ഷേ ഇത് രണ്ടും ഒരു യൂറോ ഏഷ്യൻ കൺട്രീസ് ആണ്. പക്ഷേ യൂറോപ്പിൽ MBBSന് സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനാണ് നമ്മുടെ കൂടെ ഇന്നൊരു ഗസ്റ്റ് ഉള്ളത്, മിസ്റ്റർ ജോൺ. ജോൺ, യൂറോപ്പിൽ പോയിട്ട് എനിക്ക് MBBS പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് ബോസ്നിയ എന്ന് പറഞ്ഞ കൺട്രി ആയിരിക്കും. അതൊരു യൂറോപ്യൻ കൺട്രിയാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ഷെങ്കൻ. പക്ഷെ അവിടുത്തെ കറൻസി യൂറോയാണ് അവർ യൂസ് ചെയ്യുന്ന കറൻസി. ബോസ്നിയയിൽ പോയിട്ട് അപ്പോൾ നമ്മൾ തിരിച്ച് ഇന്ത്യയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ എഴുതണ്ടേ? എന്തോ ഒരു നെക്സ്റ്റ് എക്സാം എന്തോ സാധനം എഴുതാനില്ലേ? ഇന്ത്യക്ക് പുറത്ത് അത് ജോർജിയ ആയിക്കോട്ടെ, ഉസ്ബെക്ക് ആയിക്കോട്ടെ, ഈവൻ ബോസ്നിയ ആയാലും ഇന്ത്യയിൽ വന്ന് തിരിച്ചൊരു കുട്ടി പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നെക്സ്റ്റ് എക്സാം എഴുതണം. പക്ഷേ ഇവിടെയാണ് ബോസ്നിയയുടെ ഒരു പ്രത്യേകത വരുന്നത്. ഈ കുട്ടിക്ക് ജർമ്മനി പോയി പ്രാക്ടീസ് ചെയ്യണം. ഒരു തരത്തിലുള്ള എൻട്രൻസ് എക്സാമും എഴുതണ്ട. ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് പാസ്സായാൽ മാത്രം മതി ക്യാൻ ഗോ ടു ജർമ്മനി ആൻഡ് പ്രാക്ടീസ്. ഒരു എൻട്രൻസ് എക്സാമും ഇല്ലാതെ. ഓക്കെ ഫൈൻ. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്? ബോസ്നിയയിൽ തന്നെ 2 യൂണിവേഴ്സിറ്റീസുമായിട്ട് നമുക്ക് ടൈപ്സ് ഉള്ളത്. ഒന്ന് ഈസ്റ്റ് സെർജാവോ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ബഞ്ച ലൂക്ക യൂണിവേഴ്സിറ്റി. 4500 യൂറോ ആണ് ഇവർക്ക് പെർ ഇയർ ട്യൂഷൻ ഫീസ് വരുന്നത്. പക്ഷെ ഒരു പ്രത്യേകത, ഒരു സെമിസ്റ്ററിന്റെ ട്യൂഷൻ ഫീസ് അടച്ച് ഇവർക്ക് പോകാനായിട്ട് പറ്റും. ഒരു ഡോക്ടറായിട്ട് വളരെ പ്രൗഡായിട്ട് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് വിളിക്കുക. കാര്യങ്ങൾ ഉഷാറാവുക. എല്ലാവിധ ആശംസകളും തരുന്നു.